നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ CV, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, ആസ്ട്രം മിംസ്, കണ്ണൂർ. ഞാൻ ഇന്ന് കുട്ടികളിൽ കാണുന്ന ചില ന്യൂറോളജി അസുഖങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയാൻ ആലോചിക്കുന്നത്. മെയിനായിട്ട് 3 എണ്ണത്തിനെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1 ഓട്ടിസം, 2 ADHD, 3 പഠന വൈകല്യങ്ങൾ. ആദ്യമായിട്ട് ഓട്ടിസത്തിനെ പറ്റിയിട്ട് പറയാം. ഓട്ടിസം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ 3 രോഗലക്ഷണങ്ങളാണ്. 1, കുട്ടികളുടെ സംസാരം ഡെവലപ്പ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു കുട്ടിയെ വിളിക്കുന്നു, ആ കുട്ടി കേട്ട ഭാവം കാണിക്കുന്നില്ല. അത് ഓട്ടിസത്തിന്റെ ലക്ഷണമാകാം. അത് ചെവിയുടെ കേൾവിക്കുറവുകൊണ്ടല്ല, പക്ഷെ ആ കുട്ടി കേട്ടിട്ടും നമ്മളോട് തിരിച്ച് പ്രതികരിക്കുന്നില്ല. അതാണ് ഓട്ടിസത്തിന്റെ ഒരു ലക്ഷണം. 2, അവരുടെ സംസാരം ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ തിരിച്ചൊന്നും അവർക്ക് വേണ്ടതൊന്നും പറയുന്നില്ല നമ്മളടുത്ത്. അമ്മ എനിക്കിത് വേണം, അങ്ങനെ സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ വേർഡ്സ് ആയിട്ടോ കുട്ടി തിരിച്ച് നമ്മളോട് പറയുന്നില്ല. പിന്നെ ബാക്കി കുട്ടികളോടൊന്നും കളിക്കാണ്ട് തന്നെത്താനെ സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അവനോൻ്റെതായിട്ടൊരു കളികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അടുക്കി റെപ്പറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയും, അടുക്കി വെക്കുന്നു, അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് മാത്രം ചെയ്യുന്നു, ബാക്കിയുള്ളവരോടൊത്ത് ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാകാം. ഇത് സാധാരണ നമ്മൾ കാണുന്നത് ഒരു 6 മാസം തൊട്ട് 2-3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല, തന്നെത്താൻ ഒരു സ്വന്തം ലോകത്ത് ബാക്കി ആളുകളോടും ഇന്ററാക്ട് ചെയ്യാതെ, സംസാരവും കുറവ്, തിരിച്ച് സംസാരിക്കുന്നുമില്ല, അങ്ങോട്ട് പറയുന്നത് തൊട്ട് കേൾക്കുന്നുമില്ല, സ്വന്തം ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഇവർക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് സംശയിക്കും. പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മുമ്മമാരോ അപ്പൂപ്പന്മാരോ അവരൊക്കെ ശ്രദ്ധിക്കുമോ ഇത് സാധാരണ പോലെ അല്ലല്ലോ എന്ന്. അപ്പൊ ഓട്ടിസം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കോമൺ ആണ്. ഒരു 60 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കൂട്ടി ഈ ലക്ഷണങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് കൊച്ചിലെ തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കുകയാണെങ്കിൽ കുറേ കണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ. ഇതിപ്പം ജനിതക കാരണം കൊണ്ടിട്ടാവാം, അതും അല്ലെങ്കിൽ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടിട്ടും ആവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഗർഭിണിയായിരുന്ന സമയത്ത് വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ബ്രെയിനിൽ വരുന്ന ഒരു മൈനർ അബ്നോർമാലിറ്റിയാണ് ഓട്ടിസമായിട്ട് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ അപസ്മാരം കൂട്ടത്തിൽ ഉണ്ടാവാം. അതിനെ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ചികിത്സിക്കണം. പിന്നെ നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രത്യേക പരിശീലനം കൊടുക്കുകയാണെങ്കിൽ നമുക്കിവരെ ഒരുപാട് സഹായിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ രണ്ടാമതുള്ളത് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ADHD ഉള്ള കുട്ടികളെന്ന് വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല. നമ്മള് കുട്ടി ക്ലാസ്സിൽ അടങ്ങിയിരിക്കാതെ ചിലപ്പം പല സ്ഥലത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട്. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുമില്ല, കുട്ടി വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കര ബിസി ആയിട്ട് എപ്പോഴും ഓടി വ്യാപൃതനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണം. ഇത് സാധാരണ നമ്മൾ ലെസ് ദൻ 12 ഇയർ ഏജ് ഗ്രൂപ്പിൽ തന്നെയാണ് കാണുന്നത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതും ഒരു മൈനർ അബ്നോർമാലിറ്റിയാണ് ന്യൂറോളജിക്കലി പറയുകയാണെങ്കിൽ. പക്ഷേ ഇതിന് ഒരുപാട് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്. അതായത് കൊച്ചിലെ നമ്മൾ നേരെ അടങ്ങിയിരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ച് ക്ലാസ്സിൽ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കതിരിന്റെ പുറത്ത് വളം വെക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ അപ്പോൾ ചെറുതിലെ തന്നെ നമ്മൾ അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ, കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ പ്രത്യേകം അവരെ ഡോക്ടറിനെ കാണിച്ച് വേണ്ട രീതിയിൽ സൈക്കോതെറാപ്പിയോ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയോ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കോ, അവർക്ക് വേറെ എന്തെങ്കിലും കൂട്ടത്തിൽ അപസ്മാരം മാതിരത്തെ അസുഖം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ചികിത്സിക്കാം. അതൊന്നും ഇല്ലാണ്ട് തന്നെ, അപസ്മാരം ഒന്നും കൂടെ ഇല്ലാതെ തന്നെ ഇതൊക്കെ ആയിട്ട് കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കൂടുതലാണ് ആക്ച്വലി. പിന്നെ ഉള്ളത് 3, നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യങ്ങൾ. പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സാധനത്തിൽ, ഉദാഹരണത്തിന് ഇപ്പൊ കണക്കിന് തീരെ പറ്റുന്നില്ല, അവർക്ക് കണക്കിനെ പറ്റിയിട്ട് അക്കങ്ങളെ കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും കണക്കിൽ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റി, വായിക്കാൻ പറ്റുന്നില്ല.
പിന്നെ എഴുതാൻ പറ്റുന്നില്ല. ഇതല്ലാതെ വേറെ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസും ഉണ്ട്. പിന്നെ ഇതിന്റെ കാരണം സത്യം പറഞ്ഞാൽ അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ സ്പെസിഫിക്കലി ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം. ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചെയ്യാത്തതല്ല, പക്ഷെ ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്ന പർട്ടിക്കുലർ പോർഷൻ ഓഫ് ബ്രെയിനിലെ മൈനർ അബ്നോർമാലിറ്റീസ്, ചെറിയ കുഴപ്പങ്ങൾ കൊണ്ടിട്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ കുറ്റം കണ്ടുപിടിക്കുവല്ല, പക്ഷെ അതിന്റെ കാരണം കണ്ടുപിടിച്ച് ഇന്നതാണ് ഈ കുട്ടിയുടെ അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ഒരു അരമണിക്കൂർ എക്സ്ട്രാ വെച്ചിട്ട് പഠിപ്പിക്കുകയോ മീൻസ് ആ രീതിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യാൻ സാധിക്കും. അപ്പൊ പഠിക്കുന്നില്ല എന്ന് മൊത്തമായിട്ട് നമ്മൾ അങ്ങ് ബ്രാക്കറ്റ് ഇട്ട് കുട്ടി ഒന്നും ശ്രദ്ധിക്കാത്ത മടിയനായവൻ അങ്ങനെയല്ല. എന്താണ് ആ കുട്ടിയുടെ നോട്ട്ബുക്കിലോ എടുത്ത് നോക്കിയാൽ തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റും. ടീച്ചേഴ്സിന് കൂടുതൽ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ നേരത്തെ കൊച്ചിലെ തന്നെ നോക്കി ഡയഗ്നോസ് ചെയ്ത് വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. അപ്പോൾ ഓട്ടിസം, ADHD, ലേണിംഗ് ഡിസബിലിറ്റി ഇത് മൂന്നുമാണ്. അതായത് ഓട്ടിസം, ADHD, പഠന വൈകല്യങ്ങൾ, ഇതിലെല്ലാത്തിനും നേരത്തെ കണ്ട് ചികിത്സിച്ചാൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ കമൻസോ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ചോദിക്കാം. താങ്ക് യു. നമസ്കാരം.